ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരുപാട് പണിയുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇന്ന് രാവിലത്തെ തുടക്കം തന്നെ എളുപ്പത്തിന് വേണ്ടി വൈകുന്നേരം ഞാൻ അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അപ്പം ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് രാവിലെ എണീച്ച് വരുമ്പോൾ തന്നെ അടുക്കളയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേഗം തന്നെ തീ കത്തിച്ചും കണ്ട് അപ്പം ഉണ്ടാക്കി തുടങ്ങിയാൽ മതിയല്ലോ. ഇതിപ്പോൾ ചപ്പാത്തിയോ പത്തിരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പരത്തണം, കുഴക്കണം, അങ്ങനെ കുറച്ചും കൂടെ സമയം നമുക്ക് വേസ്റ്റായി പോകില്ലേ. അപ്പോൾ അതിനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ അപ്പം മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോണത്. അടുപ്പ് തീയൊക്കെ കത്തിച്ച് കഴിഞ്ഞ് നേരെ ഇത് മുട്ട അടുപ്പത്തേക്ക് വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരുപാട് പണിയുള്ളൊരു ദിവസമാണ് കേട്ടോ. ഒരുപാട് പണിയെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ എല്ലാ ദിവസങ്ങളിലും ചെയ്യുന്ന പണികളൊക്കെ തന്നെയാണ്. പക്ഷേ അതിൽ നിന്നൊരു വെറൈറ്റി എന്ന് പറയുന്നത് റമളാൻ മാസം അടുത്ത് വരാറായി. എല്ലാ മുസ്ലിങ്ങളുടെ വീട്ടിലും കാണും. ചിലപ്പോൾ ഈ നോമ്പൊക്കെ ആയിട്ട് നോമ്പ് പ്രമാണിച്ച് നനച്ചുകുളി. അത് നമ്മൾ സാധാരണ കുളിക്കാത്തതുകൊണ്ടൊന്നുമല്ല കേട്ടോ അങ്ങനെ പറയണത്. നനച്ചുകുളിന്ന് എല്ലാ സാധനങ്ങളും ഒന്ന് വെള്ളം തൊടിക്കും. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ എല്ലാം വലിച്ച് വാരി പുറത്തേക്ക് ഇട്ടെങ്ങാണ്ട് ഈ ഫർണിച്ചർ പോലും തേച്ചൊരുമി കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കും കേട്ടോ. പക്ഷേ ഇപ്പം ഒന്നും അങ്ങനെയില്ല. ഇപ്പം നമ്മൾ എല്ലാ ദിവസവും തുടക്കവും പെരുക്കമൊക്കെ ചെയ്യുന്ന വീടുകളും ഒക്കെ ആയതുകൊണ്ട് തന്നെ പണ്ടത്തെയൊക്കെ എന്ന് പറയുമ്പോൾ മണ്ണ് വീടും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പൊടിയും മണ്ണും ഒക്കെ കാണും. ഇപ്പോൾ എന്ന് പറയുമ്പോൾ അതിനൊക്കെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഈ നനച്ചുകുളിക്കും ഒരു വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. ഈ ഫർണിച്ചറൊക്കെ ഇപ്പോഴൊക്കെ വരുന്നത് പോളിഷൊക്കെ ചെയ്തിട്ടാകുമ്പോൾ നമുക്കങ്ങനെ വെള്ളം ഒഴുക്കിങ്ങാണ്ട് കഴുകി കളയാനും തേച്ച് തിരുമ്മി കളയാനൊന്നും പറ്റില്ല. അപ്പോൾ ഒരു തുണിയൊക്കെ നനച്ചിങ്ങാണ്ട് എല്ലായിടത്തൊക്കെ ഒന്ന് തുടച്ച് എല്ലാ പൊടികളും എല്ലാം ഒന്ന് വൃത്തിയാക്കും കേട്ടോ. നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാളും ഒരു വ്യത്യസ്തമായിട്ട് എല്ലാ മുക്കിലും മൂലയിലും എല്ലായിടത്തിലും എത്തത്തക്ക ഭാഗം നമ്മൾ ബ്രാത്തൊക്കെ ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നോമ്പടുത്ത് ആകുമ്പോഴത്തേക്കും എല്ലാ പണികളും ചെയ്തു വയ്ക്കും. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുകളാണ് കേട്ടോ. ഇന്ന് ഒരുവിധമൊക്കെ എൻ്റെയൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി അടുക്കളയിലേക്ക് മാത്രമാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. അടുക്കള ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തുവാണ്. ബാക്കിയുള്ളതൊക്കെ തീർന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിലൊന്നും പിടിച്ചൊന്നുമില്ല. പക്ഷേ ഇന്നത്തെ കുറച്ചൊന്ന് വീഡിയോയിലൊക്കെ പിടിച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ എനിക്ക് ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് വെക്കേണ്ട ആ ഒരു ബുദ്ധിമുട്ടെല്ലാം കൊണ്ടാണ് കേട്ടോ ഞാൻ പിടിക്കാണ്ടിരുന്നതും. ഇന്നത്തെ ചെറിയ പ്ലാനുകൾ അതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലത്തെ പണികൾ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അടുപ്പ് കത്തിച്ചെങ്ങാണ്ട് മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അതവിടെ കിടന്ന് വേവണ ആ ഒരു സമയം കൊണ്ട് തന്നെ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ടുള്ള ഉള്ളിയും മുളകും ഒക്കെ അരിഞ്ഞെടുത്തു കേട്ടോ. ചെറുതാക്കി സവാളയൊക്കെ ചെറുതാക്കി അരിഞ്ഞെടുത്തു. പിന്നെ അതിലേക്ക് വേണ്ട തേങ്ങയൊക്കെ ചിരവി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ മിക്സിയിൽ ചെണ്ടൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തിന് നമ്മുടെ മുട്ടയൊക്കെ വെന്തു കേട്ടോ. ഇനി അപ്പോൾ അതേ മുട്ട ഞാൻ ചട്ടിക്കകത്ത് നിന്ന് കോരി മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ മുട്ട വെന്ത് കഴിഞ്ഞ് നേരെ അത് പച്ചവെള്ളത്തിലേക്ക് കൊണ്ടിട്ട് ഇനി മുട്ട കറി വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് വേണം അപ്പം ഉണ്ടാക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് സ്റ്റൗവിലേക്ക് അങ്ങനെ പോയൊന്നുമില്ല. ഇന്ന് തലേ ദിവസത്തെ ചോറും കറികളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി എല്ലാം പെട്ടെന്നാവുമല്ലോ. അപ്പോൾ അത് വിചാരിച്ച് രാവിലെ തന്നെ വേഗം അടുപ്പത്തേക്ക് കയറി കേട്ടോ ഇന്ന്. പിന്നെ എനിക്ക് ക്യാമറ സെറ്റ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ അടുപ്പത്താവുമ്പോഴാണ് കേട്ടോ പറ്റുള്ളൂ. സ്റ്റൗവിലാകുമ്പോൾ എനിക്കത്ര സൗകര്യം പോരാ. അവിടെ എനിക്ക് വെക്കാനായിട്ട് ക്യാമറ നമുക്ക് സപ്പോർട്ട് കൊടുത്ത് വെക്കാനായിട്ടൊരു സ്ഥലമില്ല. അതുകൊണ്ടാണ് കേട്ടോ നേരെ അടുപ്പത്തേക്ക് കയറിയത്. അപ്പോൾ അതേ മുട്ടക്കറി വയ്ക്കാനായിട്ട് ചട്ടി അടുപ്പത്തേക്ക് വെച്ചു. പറഞ്ഞ സമയം കൊണ്ട് തന്നെ ഞാൻ മുട്ടക്കറി മൊത്തത്തിൽ വീഡിയോ ഒന്നും എടുത്തില്ല. കാരണം നമ്മളെപ്പോഴും എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ വീഡിയോ പകർത്തിയില്ല കേട്ടോ. അങ്ങനെ മുട്ടക്കറി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞത് ഇനി അപ്പം ഉണ്ടാക്കാനായിട്ട് ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടോ. ഇനി അത് ചൂടായിട്ട് വേണം നമുക്ക് അപ്പം ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കി തുടങ്ങാനായിട്ട്. അപ്പോൾ അപ്പം ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ കേട്ടോ ഞാനൊരു കാര്യം ഓർത്തത്. രാവിലെ എണീച്ച് വന്നപ്പോൾ തന്നെ നമ്മളിപ്പോൾ അരിയൊക്കെ അരച്ച് വെക്കുന്ന സമയത്താണെങ്കിൽ അതിനൊരു ചലനം ഇല്ല എങ്കിൽ ഭയങ്കര വിഷമമായിരിക്കും കേട്ടോ രാവിലെ എണീച്ച് വരുമ്പോൾ. പക്ഷേ ഇന്ന് നേരെ തിരിച്ചായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ ഞാൻ എണീച്ച് വന്നതേ ഞാൻ നോക്കുമ്പോൾ സ്ലാബ് മൊത്തം ഫുള്ളും മാവ് അങ്ങോട്ട് പിന്നെ പൊങ്ങി ഒഴുകി നാശമായി കിടക്കുമായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ പുറത്ത് ചാടിയത് പാത്രത്തിന് സൈഡിലൊക്കെ ഇരുന്നതൊക്കെ ഒന്നൊരു തുണി വെച്ച് ശരിക്കും തുടച്ച് കളഞ്ഞിട്ട്, അല്ലെങ്കിൽ ക്യാമറയിൽ കാണുമ്പോൾ ബോറാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് കേട്ടോ. പിന്നെ ശരിക്കും പൊങ്ങിയിട്ടുണ്ടായിരുന്നു മാവ്. അപ്പോൾ അങ്ങനെ ഒത്തിരി പൊങ്ങിപ്പോയി കഴിഞ്ഞാലും ഭയങ്കര വിഷമമായിരിക്കും. അത് ഫുള്ളും പോയോ, പൊങ്ങിയത് മൊത്തം ചാടി പോയോ എന്ന് ഓർത്തുകൊണ്ടായിരിക്കും കേട്ടോ. നമുക്ക് ശരിക്കും ഒന്ന് പാകത്തിനായി വരുവാണെങ്കിലാണ് ഒരു മനസ്സിലൊരു തൃപ്തി ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി ഒട്ടും ചലനമില്ലാണ്ട് തന്നെ നമ്മൾ അരച്ച് വച്ചേക്കണ പോലെ തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പറയേണ്ടത് ദിവസം മൊത്തം പോക്കായിരിക്കും കേട്ടോ. ഇപ്പോൾ രാവിലത്തെ അപ്പം ശരിയായില്ലല്ലോ, രാവിലത്തെ അപ്പം ശരിയായില്ലല്ലോ എന്ന് തന്നെയായിരിക്കും മനസ്സിലിട്ട്. എപ്പോഴും അത് തന്നെയായിരിക്കും. അതിട്ട് ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. പിന്നെ ഒരു വിഷമമൊന്നും ഉണ്ടായില്ല. ഇന്ന് ഇച്ചിരി അധികം മാവ് പോയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എങ്കിലും കുഴപ്പമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അപ്പമായിരുന്നു കേട്ടോ ഇന്നത്തെ അപ്പം. അങ്ങനെ ഇവിടെ അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കറി ആയിട്ടുണ്ട്, അപ്പം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ചായയും കൂടെ വെക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാൻ കൊച്ചിന് കുടിക്കാനായിട്ട് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ശരിക്കും തിളച്ചു കേട്ടോ. അപ്പോൾ അത് ഇറക്കി വെച്ചെങ്ങാണ്ട് ചായയ്ക്ക് വെള്ളം വെച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഇവിടെ രണ്ടുപേരും ഉറക്കത്തിൽ നിന്ന് എണീച്ച് വരുന്നതാണ് കേട്ടോ. പിന്നെ അവൻ്റെ നല്ല ശീലമൊക്കെ വന്ന് അവൻ്റെ കരച്ചിലൊക്കെ മാറി എല്ലാം ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേക്കും ഇതേ
എൻ്റെ ചായ ഞാൻ തിളപ്പിച്ച് ഇറക്കി വെച്ചു. അതിൻ്റെ ഇടയിൽ അവന് കുടിക്കാനായിട്ട് വെള്ളം തിളപ്പിച്ച് വെച്ചത് അതും ചൂടാറി കേട്ടോ. അപ്പോൾ അത് അവൻ്റെ കുപ്പിയിലേക്ക് ആക്കി കൊടുത്തു. പിന്നെ ഇന്ന് അവന് സ്നാക്സ് ബോക്സിൽ കൊണ്ടുപോകുന്നത് കവർത്തതാണ്. അപ്പോൾ ഞാൻ അതും ആക്കി കൊടുത്തു കേട്ടോ. അങ്ങനെ പിന്നെ അത് ഞാൻ ബാഗിലേക്ക് കൊണ്ടുപോയി വെച്ചു കേട്ടോ. കൊച്ചിന് കൊണ്ടുപോകാനായിട്ടുള്ള ബാഗിലേക്ക് കൊണ്ടുപോയി വെച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളിവിടെ അപ്പം ഉണ്ടാക്കൽ തീർന്നു തുടങ്ങിയിട്ട് അവസാനത്തെ ഒരപ്പം കൂടെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വേറെ എന്ത് പണിയെടുത്ത് കഴിഞ്ഞാലും അടുപ്പത്തുള്ളത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കി കണ്ട് അത് പെട്ടെന്നാവുമല്ലോ. അപ്പോൾ അതങ്ങനെ അപ്പം ചുടൽ തീർന്നു. അവസാനത്തെ ഒരെണ്ണം കൂടെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ വെന്ത് കഴിഞ്ഞാൽ അപ്പത്തിൻ്റെ പരിപാടി അടുക്കളയിലുള്ളതെന്ന് എല്ലാ പരിപാടിയും കഴിയും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ തലേദിവസത്തെ ചോറ് വെള്ളം ഒഴിച്ചിട്ടേക്കുമായിരുന്നു. അപ്പോൾ അതിന് കലമൊക്കെ മാറ്റി അതൊന്ന് ശരിക്കും ഒന്ന് കഴുകി 2-3 തവണ കഴുകിങ്ങാണ്ട് വേറെ ഗ്യാസിൽ തിളപ്പിക്കാൻ പാകത്തിന് ഞാനൊരു ചെറിയ കലത്തിലേക്ക് മാറ്റി എന്നിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ടേക്കുവാണ് കേട്ടോ. അപ്പോൾ ഇനി സമയമുള്ളപ്പോൾ പോലെ കുറേ നേരം കഴിയുമ്പോൾ നമുക്ക് ഉച്ചയാകുമ്പോഴത്തേക്കും തിളപ്പിച്ചെടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് ചായക്ക് കടി. പിന്നെ ഇത് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ കഴുകാനുള്ളതൊക്കെ എടുത്തെങ്ങാണ്ട് കൊണ്ടുപോയി വെച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ തന്നെ കൊച്ചിന് ചായയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടുള്ളത് അപ്പോൾ മുട്ടക്കറിയാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചക്കത്തേക്ക് ചോറും മീൻകറിയൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ കുറച്ച് അച്ചിങ്ങയുണ്ട്, അത് തോരൻ വയ്ക്കുകയൊക്കെ വേണം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇത് അടുക്കളയാണ് കേട്ടോ. ഇന്ന് മാറാമല തട്ടാനെല്ലാം ഉണ്ട്. ബാക്കിയുള്ളിടത്തിലെല്ലാം ഞാൻ വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ. സാധാരണ ഞാൻ നോമ്പിൻ്റെയൊക്കെ സമയത്ത് ഇപ്പോൾ ഇതുപോലെ നനച്ചുള്ളിയൊക്കെ എടുക്കുന്ന സമയത്താണെങ്കിലും ആദ്യം മാറാമ്പിൽ ഫുള്ളും തട്ടി ഇറക്കി കഴിഞ്ഞിട്ട് പിന്നെ ജനലുകളൊക്കെ തുടക്കും കേട്ടോ. എല്ലാ ജനലുകളും എല്ലാം തുടച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ തുടച്ച് വരാറ്. പക്ഷേ ഈ പ്രാവശ്യം നേരെ തിരിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു മുറിയാണ് ഇന്ന് ഈ പ്രാവശ്യം അങ്ങ് തുടങ്ങിയത്. അപ്പോൾ ആ ഒരു മുറിയിലുള്ള കട്ടിൽ, ജനലുകൾ, വാതിലുകൾ, തുണി മടക്കൽ എല്ലാം കഴിച്ച് അപ്പം തന്നെ ബെഡ്ഷീറ്റും മാറ്റി അതും കഴുകി എടുത്തു കേട്ടോ. അങ്ങനെ ഓരോന്നോരോന്നായിട്ടാണ് ഇപ്പോൾ ഈ പ്രാവശ്യം ചെയ്തത്. കാരണം എനിക്കും അലർജി ഉണ്ട്, കൊച്ചിന് അതിനേക്കാളും അലർജി ഉണ്ട്. അവന് ഒട്ടും പൊടി അടുപ്പിക്കാൻ പാടില്ല, പുക അടുപ്പിക്കാൻ പാടില്ല. അവന് നീർക്കെട്ട് വിട്ടു മാറാത്തൊരു കൊച്ചാണ് കേട്ടോ. എപ്പോഴും മരുന്ന് കൊടുക്കൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ പ്രത്യേകം പറഞ്ഞു വിട്ടേക്കണെയാണ്. അപ്പോൾ എപ്പോൾ ചെന്നാലും വഴക്ക് പറയലാണ് കേട്ടോ ഇപ്പോൾ ഡോക്ടർ. അവനെപ്പോഴും മരുന്ന് കൊടുത്തിട്ട് അവനൊരു മരുന്നിൻ്റെ കൊച്ചാക്കി മാറ്റരുതെന്നും പറഞ്ഞ് എപ്പോഴും വഴക്ക് പറയലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ വിചാരിച്ചാണ് ഞാൻ ഈ പ്രാവശ്യം ഓരോന്നോരോന്ന് ചെയ്യണേ കേട്ടോ. അപ്പോൾ അത് അവനിവിടെ TV കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഇത്താൻ്റെയും മക്കളെയും പാട്ട് എല്ലാ പ്രാവശ്യം കാണും കേട്ടോ. അപ്പോൾ ഇറങ്ങണം, അവർ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കണ്ടുകൊണ്ടിരിക്കും കേട്ടോ. ഒരു ഭയങ്കര കാര്യമാണ് ആ പാട്ടുകൾ കേൾക്കാനായിട്ട്. പിന്നെ ഇത് ഞങ്ങളുടെ മുറികളൊക്കെ എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലെന്ന് പറയുമ്പോൾ അലമാര മാത്രം ഞാൻ തൊട്ടിട്ടില്ല. അലമാര പുറമേ നിന്നുള്ള പൊടികളെല്ലാം തുടച്ച് കഴിയുള്ളൂ. പക്ഷേ അകം കണ്ടോ ഇരിക്കുന്നത്. ഇനി തുണിയെല്ലാം വലിച്ച് എല്ലാം ഒന്ന് പുറത്തേക്ക് ഇട്ടെങ്ങാണ്ട് പേപ്പറൊക്കെ ഒന്ന് മാറ്റി ഒന്ന് മടക്കി വയ്ക്കാനും കൂടെ ഉണ്ട് കേട്ടോ. അതായിരുന്നു ഇന്നലെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാത്രം ചെയ്യാൻ സമയം കിട്ടിയില്ല കേട്ടോ. രാത്രിയായി കഴിഞ്ഞപ്പോൾ ഒത്തിരി താമസിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നിർത്തി കേട്ടോ. അപ്പോൾ ഇനി അത് സമയമുള്ളപ്പോൾ ചെയ്ത് വെക്കണം. അപ്പോൾ ഇതിന്ന് അടുക്കളയിലേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് കഴുകി വാരിങ്ങാണ്ട് കലത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചും കൂടെ കഴിയുമ്പോൾ തിളപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അതേപോലെ തന്നെ ഇനി മീൻകറിയൊക്കെ ഒന്ന് തിളപ്പിച്ച് വെക്കണം. എന്നിട്ട് വേണം കേട്ടോ അതൊക്കെ ഒന്ന് തുടങ്ങാനായിട്ട്. പിന്നെ ഇനി ഈ ഒരു അടുക്കളയും സ്റ്റൗ വയ്ക്കുന്ന ഒരു അടുക്കളയും പിന്നെ പുറത്തടുക്കളയും മാത്രമേ ഉള്ളൂ കേട്ടോ. പുറത്തടുക്കളയിലേക്ക് ചെല്ലാനേ പാടില്ല. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ മുറികളൊക്കെ ചെയ്ത സമയത്ത് ഇത് അലക്കാനുള്ളതെല്ലാം വാരി കൊണ്ടുവന്ന് ഇവിടെ ഇട്ടു. പിന്നെ അതുപോലെ വേസ്റ്റാക്കി കളഞ്ഞേക്കണ കുറേ കൊണ്ടുവന്നിട്ടു. പേപ്പറുകൾ, കൊച്ചിൻ്റെ മരുന്നുകൾ, അങ്ങനെ എല്ലാം വലിച്ചു വാരി പുറത്തടുക്കളയിലേക്ക് ഞാൻ കൊണ്ടുവന്ന് കൂട്ടിയിട്ടേക്കുവാണ് കേട്ടോ. അപ്പോൾ ഇനി അവിടത്തൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇവിടെ ഒന്ന് നന്നാക്കാനായിട്ട്. അപ്പോൾ ഇത് മൊത്തം അവൻ്റെ മരുന്നുകളാണ് കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ വെച്ചുകൊണ്ട് മരുന്നൊക്കെ എടുത്ത് കളയാറുണ്ട്. ഒരുപാട് മരുന്നെടുത്ത് കളയാറുണ്ട്. പക്ഷേ ഇത്രയും മരുന്ന് ഇനിയും കിടക്കുവാണ് കേട്ടോ. അപ്പോൾ അവനൊരു പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രാവശ്യം ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറയൂല. പിന്നെ അത് കുടിക്കേണ്ട, വേറെ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മരുന്ന് മാറ്റി എഴുതുമ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഈ കഴിക്കാത്ത മരുന്നുകളൊക്കെ ഒരുപാട് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇടയ്ക്ക് അവനൊരു വയറിളക്കം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് 3-4 തവണ ആശുപത്രി കൊണ്ടുപോയി പിന്നെയാണ് കേട്ടോ അതൊന്ന് കുറഞ്ഞ് കിട്ടിയത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുപോയപ്പോൾ ഒരുപാട് മരുന്ന് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ അങ്ങനെ വേസ്റ്റാക്കി ഇങ്ങാണ്ട് കളയാനായിട്ട്. അപ്പോൾ അതിൻ്റെ ചില്ല് കുപ്പിയുണ്ട്, അതിൽ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. എന്നാലല്ല നമുക്ക് പഞ്ചായത്തിലേക്ക് അത് ഹരിതസേനയ്ക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനത് കവറിൽ കൊണ്ടുപോയി വെച്ചത്. പിന്നെ ഇത് അടുക്കളയിലേക്ക് കയറി നേരെ ആദ്യം തന്നെ മാറാമ്പൽ തട്ടിയിട്ടു. അപ്പോൾ മൊത്തം കരിയും പുകയൊക്കെ ആയിട്ട് പിടിച്ചെടുക്കില്ലേ. ഭിത്തിയൊക്കെ എല്ലാം അടിച്ച് വൃത്തിയാക്കി താഴത്തേക്ക് ഇറക്കി കഴിഞ്ഞതിന് ശേഷം ഇതേ മുകളിൽ നിന്നുള്ള ചട്ടിയും കലമൊക്കെ ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഈ കലം ചട്ടിയൊക്കെ നമ്മളിപ്പോൾ എല്ലാ ദിവസങ്ങളും നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നും കഴുകി വെക്കണോണ്ട് അങ്ങനെയൊക്കെ ഇന്നിപ്പോൾ മാറാമ്പൽ തട്ടീൻ്റെ ഒരു പൊടി മാത്രമേ കാണുള്ളൂ കേട്ടോ. പിന്നെ ഇതൊക്കെ വണ്ടിക്ക് അടിച്ച് വെച്ചേക്കണം, ബാക്കി പെയിൻ്റാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നെങ്ങാണ്ട് ഈ മുകളിൽ കയറ്റി വെച്ചേക്ക് പറഞ്ഞു. അപ്പോൾ അതൊക്കെ എടുത്ത് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി
നമ്മൾ തുടക്കലൊക്കെ കഴിയുമ്പോൾ മുകളിലേക്ക് തന്നെ കയറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ പാത്രം സ്റ്റാൻഡ് ഇറക്കി വെച്ചു. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഓരോ സൈഡിൽ നിന്ന് എല്ലാ സാധനവും മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറക്കി വെക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് അടിച്ച് കളഞ്ഞിട്ട് പിന്നെ തുണി വെച്ചുകൊണ്ട് തുടച്ചിട്ട് വേണം കേട്ടോ തിരിച്ചിതൊക്കെ കഴുകി കയറ്റി വെക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വലിച്ച് വാരിങ്ങാണ്ട് നിലത്തേക്ക് ഇറക്കി വെക്കാനായിട്ട് എനിക്ക് 2 മിനിറ്റ് വേണ്ടി വന്നുള്ളൂ കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ കഴുകി തുടച്ചിങ്ങാണ്ട് തിരിച്ച് കയറ്റി വയ്ക്കാൻ എത്ര മണിക്കൂർ വേണമെന്ന് പോലും എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു അതിപ്പോൾ എവിടെ നിന്ന് തുടങ്ങിയാലും ഇനി ശരിയാവുമെന്ന്. ഇതിനി എപ്പോൾ തീരും അതൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും എല്ലാ പണികളും ചെയ്യണ സമയത്ത് കുറച്ച് നേരമൊക്കെ കൊച്ചിരിക്കും. അവൻ കരയണ സമയത്ത് ഇട്ടിട്ട് പോകും കേട്ടോ. പിന്നെ അവൻ്റെ കരച്ചിലൊക്കെ മാറ്റി കഴിഞ്ഞിട്ടാണ് കേട്ടോ ബാക്കി എടുക്കാറ്. അപ്പോൾ ആദ്യം തന്നെ ഈ ജനലൊന്ന് കഴുകി വൃത്തിയാക്കണം. കാരണം മൊത്തം കരിയാണ് കേട്ടോ. ഇപ്പോഴും നമ്മൾ ഈ അടുപ്പൊക്കെ കത്തിക്കുമ്പോൾ അടുപ്പിൻ്റെ ആ ഒരു ഏരിയ പിന്നെ പുകയില്ലാത്ത അടുപ്പൊന്നും അല്ല, പുകയുള്ള അടുപ്പ് തന്നെയാണ്. അപ്പോൾ കത്തിക്കാൻ പുക മൊത്തം അടുക്കളയിലും പുറത്തുമായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനൽ മൊത്തം കരി പിടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ജനലൊന്ന് ശരിക്കും സോപ്പ് ഉപയോഗിച്ച് വെള്ളം അടിച്ച് കഴുകണം എന്നാണ് വിചാരിക്കുന്നത്. അടുക്കള മൊത്തം കൊളാകുമോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അത് ജനൽ നല്ല വൃത്തിയായിട്ട് അങ്ങ് കഴുകി എടുത്തിട്ടോ. എൻ്റെ ഇഷ്ടത്തിന് അങ്ങ് കഴുകി എടുത്ത് കഴിഞ്ഞപ്പോൾ അതേ അടുപ്പ് കിടക്കണുണ്ട്. അടുപ്പ് കുളം പോലെ കിടക്കുവാണ് കേട്ടോ. ഇനി ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച പോലും തീ പിടിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും വെള്ളം കപ്പ് വെച്ച് കോരി മാറ്റാനും മാത്രം വെള്ളമുണ്ട് കേട്ടോ അടുപ്പിൻ്റെ അകത്ത്. അപ്പോൾ അത് ശരിക്കും സോപ്പ് പൊടിയൊക്കെ കലക്കി പൈപ്പിൽ വെള്ളം പിടിച്ചുകൊണ്ടാണ് കേട്ടോ കഴുകിയത്. അപ്പോൾ ഇനി ഒട്ടും കരി പോലും ഇല്ല കേട്ടോ. പെയിൻ്റൊക്കെ അടിക്കാറൊക്കെ ആയിട്ടുണ്ട് കാര്യം. പക്ഷേ തേച്ച് ഉരുമ്മി കഴുകി കളഞ്ഞപ്പോൾ കാപ്പി കളറൊക്കെ പോയിട്ടോ. അപ്പോൾ മരത്തിൻ്റെ ആ ഒരു കളറായിട്ടുണ്ട്. അങ്ങനെ അതേ അടുപ്പിലുള്ള വെള്ളം ഞാൻ കപ്പ് വെച്ചെങ്ങാണ്ട് ബേസിനിലേക്ക് കോരി മാറ്റുവാണ് കേട്ടോ. ഇതെനിക്ക് കുറച്ച് നേരം കഴിഞ്ഞാൽ തന്നെ എനിക്ക് അടുപ്പ് കത്തിക്കണം. വൈകുന്നേരം ചോറും കറിയൊക്കെ വെക്കാനുള്ളതാണ്. അപ്പോൾ ഇനി അടുപ്പ് കത്തുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. കാരണം അടുപ്പ് മൊത്തം കിണർ പോലെ കിടക്കണം, നിറച്ച് വെള്ളമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കോരി മാറ്റിയെങ്ങാണ്ട് അടുപ്പും തറയൊക്കെ കഴുകി തുടച്ച് വൃത്തിയാക്കി എടുത്തു കേട്ടോ. പിന്നെ അതേ അതിൻ്റെ ഇടയിൽ കൊച്ച് കരഞ്ഞു. പിന്നെ അങ്ങനെ കൊച്ചിന് ചോറ് കൊടുക്കാനും അതുപോലെ കരച്ചിൽ മാറ്റാനും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ കുറച്ച് മുകളിലുള്ള പാത്രങ്ങളൊക്കെ കഴുകി കയറ്റി വെച്ചു. അതേപോലെ തന്നെ മിക്സിയൊക്കെ പുതിയതുപോലെ ആയിട്ടോ. മൊത്തം തുടച്ച് എല്ലാ ദിവസവും തുടക്കണയാണ്. പക്ഷേ എങ്കിലും ഒന്ന് വൃത്തിയായിട്ട് ഒന്നും കൂടെ തുടച്ച് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ കളർ വെച്ച പോലെ തോന്നി കേട്ടോ. മിക്സിയുടെ ജാറ്, ചില്ല് പിന്നെ പ്ലേറ്റുകൾ അങ്ങനെയുള്ളതെല്ലാം ഞാൻ കഴുകി തുടച്ചു. അതിൻ്റെ ഇടയിൽ തന്നെ ഇതേ അപ്പോൾ അടുക്കളയിൽ തന്നെ നമ്മൾ പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് ചോറും കറിയും കൂടെ വെക്കുവാണെങ്കിൽ അതും പെട്ടെന്ന് ആയിക്കോളും എന്ന് വിചാരിച്ച് അതിൻ്റെ ഇടയിൽ അരി അടുപ്പത്തേക്ക് ഇട്ടു കേട്ടോ. പിന്നെ ഇവിടെ ഒരാളൊക്കെ കഴിഞ്ഞ് എണിച്ച് വന്നിട്ടുണ്ട്. ഇനി എനിക്ക് പാത്ര സ്റ്റാൻഡൊക്കെ ഒന്ന് കഴുകി വെക്കാനുണ്ട്. കുടിക്കാൻ വെള്ളമൊക്കെ തിളപ്പിച്ച് ഞാൻ അരി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഞ്ഞി പകുതി വേവായിട്ടോ. അപ്പോൾ ആ ഒരു സമയമായപ്പോഴത്തേക്ക് അവൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞ് അവൻ എണിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് ഉള്ളിത്തട്ടമൊക്കെ കഴുകി വെക്കണം. പിന്നെ ഇന്ന് എടുത്തു കഴിഞ്ഞാൽ സമയമില്ല കേട്ടോ. കാരണം ഇനി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ള എല്ലാ ഇതിൻ്റെയൊക്കെ ഞാൻ ടിന്നുകളൊക്കെ ഒന്ന് ഒഴിവാക്കി എടുത്തിട്ട് അതൊക്കെ തുടയ്ക്കണമെന്ന് വിചാരിച്ച് ആ ഒരു സൈഡ് എല്ലാം ഞാൻ കുപ്പികളെല്ലാം മാറ്റിയെടുത്തു കേട്ടോ. ഇനി അതൊന്ന് വൃത്തിയായിട്ട് തുടച്ചിട്ട് വേണം ഇതൊക്കെ ഒഴിവാക്കിങ്ങാണ്ട് കഴുകിയെടുക്കാനായിട്ട്. പിന്നെ ഈ ഒരാഴ്ചയിൽ കഴിഞ്ഞ സാധനങ്ങളൊക്കെ കുപ്പികളൊക്കെ കാലിയായി കഴിയുമ്പോൾ ഞാൻ കുപ്പിയിലേക്ക് തിരിച്ച് നിറച്ച് വെച്ചിട്ടുണ്ടായില്ല കേട്ടോ. കാരണം കഴുകണം എന്നുള്ളൊരു പ്ലാൻ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട്. പിന്നെ ഒരു 5-6 ദിവസമായിട്ട് ഞാൻ ബാക്കിയുള്ളതൊക്കെ കഴുകി തുടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുപ്പികളിലുള്ളതൊക്കെ തീരുമ്പോൾ അത്യാവശ്യത്തിന് വേണ്ടത് കവറിൽ നിന്ന് തന്നെ എടുത്തുങ്ങാണ്ട് കവറിൽ തന്നെ വെക്കണതാണ് കേട്ടോ. കുപ്പിയിലേക്ക് ഒന്നും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഭരണികളൊക്കെ ഒന്ന് കാലിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ കുറേ കൊഴിഞ്ഞതുണ്ട്, അല്ലാത്തതൊക്കെ ഞാൻ ഇതേ ഒരു പേപ്പറിലേക്ക് മാറ്റിങ്ങാണ്ട് അതൊക്കെ ഒന്ന് പൊതിഞ്ഞെടുത്ത് വെക്കാൻ കേട്ടോ. എന്നിട്ട് വേണം ഇനി കുപ്പികളൊക്കെ ഒന്ന് കഴുകിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാ ടിന്നിലൊന്നും ഉണ്ടായില്ല കേട്ടോ. ഉള്ള ടിന്നുകളിലൊക്കെ ഞാൻ പേപ്പറിൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഓരോന്നോരോന്നായിട്ട്. അപ്പോൾ എല്ലാത്തിലും ഒരുപാടൊന്നുമില്ല. തീരാത്തതൊക്കെ കുറേശ്ശൊക്കെ ഉള്ളൂ. തീർന്നതൊക്കെ മൊത്തം തീർന്നേക്കണേയാണ് കേട്ടോ. അപ്പോൾ തീർന്ന കുപ്പികളൊക്കെ ഞാൻ കഴുകാനായിട്ട് ആദ്യം തന്നെ ഇട്ടു. പിന്നെ തീരാത്തതൊക്കെ ഞാൻ ഓരോ പേപ്പറുകൾ പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് പൊതിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം ഇനി എല്ലാ കുപ്പികളൊക്കെ ഒന്ന് കഴുകി കമത്തി വെക്കാനായിട്ട് കേട്ടോ. അങ്ങനെ അത് കുപ്പി കാലിയാക്കൽ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ അത് കുറച്ച് ഏലക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഏലക്ക നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രത്തിൽ വേറെ ഉണ്ട്. പിന്നെ ഉപയോഗിക്കാതെ ഞാൻ ഉണക്കി എടുത്തു വെച്ചത് വേറെ കുറച്ചുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ ദിവസം വാപ്പിച്ചേക്ക് മുളക് പറിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒരു കുറച്ച് ഏലക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഞാൻ ഒരു കവറിലേക്ക് ഇട്ട് വെച്ചതാണ് കേട്ടോ. അങ്ങനെ ഒഴിവാക്കിയ എല്ലാ കുപ്പികളും തന്നെ കഴുകാനായിട്ട് വെച്ചു. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് കഴുകി തുടങ്ങാനായിട്ട് ഒരുപാട് കുപ്പികളുണ്ട്. കുറച്ചൊക്കെ കഴുകി വെച്ചു കേട്ടോ.
അപ്പോൾ ഇനി എൻ്റെ ചെറിയ ടിന്നുകൾ മാത്രമേ കഴുകാനുള്ളൂ. ഞാൻ എൻ്റെ സ്റ്റോറേജ് സ്പേസൊക്കെ ഞാൻ ആദ്യം തന്നെ കഴുകി വെച്ചു കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇപ്പോൾ കടുകും മുളക് പൊടി അങ്ങനെയൊക്കെ ഉള്ളത് ആവശ്യത്തിന് എടുക്കാനുള്ളത് പെട്ടെന്ന് എടുക്കാനുള്ളത് ചെറിയ പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കും. ബാക്കിയുള്ളത് മൊത്തം വലിയ ടിന്നിലേക്ക് ഇട്ട് വയ്ക്കും കേട്ടോ. അങ്ങനെയാണ് ചെയ്യാറ്. അങ്ങനെ പഞ്ചസാര അങ്ങനെയൊക്കെ ഇട്ട് വയ്ക്കണ ഒരുവിധം ഒക്കെ ടിന്നുകളൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടോ. ഇനി ചെറിയ ടിന്നുകൾ മാത്രമേ ഉണ്ടായുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇതും കൂടി അങ്ങോട്ട് പെട്ടെന്ന് കഴുകി വെക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു സമയമായപ്പോഴത്തേക്കിനും ഒരു 3 മണി 3:30 ആയിട്ടുണ്ട് കേട്ടോ. ഇത്ര സമയത്ത് കൊണ്ട് തന്നെയാണ് ഞാൻ ഓരോന്നോരോന്നെല്ലാം ചെയ്തു വെച്ചത് കേട്ടോ. പിന്നെ ഇന്നത്തെ ദിവസം ഇനി ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭരണിയിൽ എല്ലാം അത്യാവശ്യം ഉള്ളത് തന്നെയല്ലേ. അപ്പോൾ ഇന്ന് തന്നെ എല്ലാം നിറച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ രാവിലെ എണീച്ച് കഴിയുമ്പോൾ തന്നെ പണി കിട്ടും കേട്ടോ. കാരണം പഞ്ചസാര, ചായപ്പൊടി, ഉപ്പ് പൊടി അങ്ങനെ എല്ലാം നമുക്ക് അത്യാവശ്യം ഉള്ളതാണ്. അപ്പോൾ രാത്രി തന്നെ ഇതെല്ലാം കഴുകി ഉണങ്ങിയില്ല എന്നുണ്ടെങ്കിൽ തുടച്ചിട്ട് വേണം കേട്ടോ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കാനായിട്ട്. ഇനിയിപ്പോൾ നമ്മളെല്ലാം എടുത്ത് വച്ചില്ലെങ്കിലും എന്തായാലും കുപ്പി കഴുകി തുടച്ചെങ്കിലും വെക്കണം. അപ്പോൾ നമുക്ക് രാവിലെ എണീച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും എടുക്കണത് അപ്പം ഇട്ട് കൊടുത്താൽ മാത്രം മതിയല്ലോ. അപ്പോൾ ഇനി അതിൻ്റെ പണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ആദ്യം ഈ കുപ്പികളൊക്കെ ഒന്ന് കഴുകി വെക്കണം. കഴുകിയിട്ട് വേണം ഉണങ്ങാനായിട്ട് വെക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് സമയമൊന്നുമില്ല, പിന്നെ വെയിലൊന്നുമില്ല. അല്ലെങ്കിലും ഇന്നത്തെ ദിവസം തന്നെ മൊത്തത്തിലൊരു വെയിൽ മൂടലായിരുന്നു കേട്ടോ. ഇന്നങ്ങനെ തെളിഞ്ഞൊന്നുമില്ല, ശരിക്കും നന്നായിട്ട് തെളിഞ്ഞൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് ഓരോന്നോരോന്ന് കഴുകി കമത്തി വെക്കാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയും കുപ്പികൾ ഞാൻ കഴുകി കമത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കും വിശക്കാൻ തുടങ്ങി കേട്ടോ. ഉച്ചയ്ക്ക് ചോറ് ഇന്നേക്കണയൊക്കെ ദഹിച്ചു പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകുന്നേരം എന്തെങ്കിലും ചായക്ക് വേണമെന്ന് ഓർത്തുകൊണ്ട് ഇതേ കടയിൽ പോയി ബോണ്ട മേടിച്ചുകൊണ്ട് വന്നു ചായയൊക്കെ കഴിക്കാനായിട്ട്. ഇപ്പോൾ ഒരു സമയത്ത് തന്നെ പാൽ ചായ ഉമ്മച്ചി തിളപ്പിച്ചെടുത്തു കേട്ടോ. ഞാൻ ഈ കുപ്പിയൊക്കെ കഴുകിക്കൊണ്ടിരുന്ന ആ ഒരു സമയത്ത് തന്നെ ഉമ്മച്ചി പാൽ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ തിളപ്പിച്ചെടുത്തു. അപ്പോൾ അതേ കുപ്പികളൊക്കെ കഴുകൽ കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ അത് ഇനി ഇത്ര സാധനങ്ങൾ ഞാൻ കുപ്പിക്കകത്ത് നിന്ന് മാറ്റിയതുണ്ട്. അപ്പോൾ അതിനി അതൊക്കെ ആക്കി വെക്കണം കേട്ടോ. അപ്പോൾ അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞ് അടുക്കള നിലം വരെ തുടച്ചെടുത്തു കേട്ടോ. ഇനി വിറകൊക്കെ വെക്കണോടം ശരിയാക്കാനുണ്ട്. അപ്പോൾ വിറകിൻ്റെ പൊടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വിറകും കൂടെ തീരാനുണ്ട്. അത് മൊത്തം അങ്ങ് തീർന്ന് കഴിഞ്ഞിട്ട് ആ പൊടികളൊക്കെ മാറ്റിങ്ങാണ്ട് നോമ്പ് അടുത്താകുമ്പോഴത്തേക്കും ഇനിയാണെങ്കിലും സമയമുണ്ടല്ലോ, 10-15 ദിവസത്തിൻ്റെ കൂടുതൽ ഇനി സമയം കിടപ്പുണ്ട്. അപ്പോൾ ഇനി വിറകൊക്കെ വേറെ കുത്തി നിറച്ച് വെക്കണം കേട്ടോ. നോമ്പ് ഒരു മാസത്തേക്കുള്ള വിറകൊക്കെ കുത്തി വെക്കാനുണ്ട്. കുത്തി പൊട്ടിച്ച് ചെറുതാക്കിയിട്ട് വേണം വെക്കാനായിട്ട്. അങ്ങനെ ഇത് രാത്രി ചോറുണ്ണൽ കഴിഞ്ഞാണ് കേട്ടോ ഞാൻ കുപ്പിയൊക്കെ തുടച്ച് വെക്കുന്നത്. ഇപ്പോൾ സമയം 9:30 ആയിട്ടുണ്ട്. ഈ ഒരു സമയമായിട്ടാണ് കേട്ടോ ഞാൻ കുപ്പികളൊക്കെ അടുപ്പെല്ലാം തുടച്ച് വെച്ചേക്കുന്നത്. കൊച്ചിന് ചോറൊക്കെ കൊടുത്ത് അവനെ മരുന്നൊക്കെ കൊടുത്ത് കിടത്തി ഉറക്കി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇതൊക്കെ തുടയ്ക്കാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇനി ഇതെല്ലാം തുടച്ച് ഒന്ന് എടുത്തു വെക്കണം. അപ്പോഴത്തേനും എനിക്ക് പറ്റ മടുത്തു പോയിട്ടോ. രാവിലെ തൊട്ട് ചെയ്യണ കാരണം പറ്റ മടുത്തു പോയിട്ടുണ്ടായിരുന്നു. എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നുള്ളിടത്തിൽ എത്തിയിട്ടോ. കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞു പോകുമായിരുന്നു കേട്ടോ ഈ ഒരു സമയമായപ്പോഴത്തേക്കും. പിന്നെ മൂത്ത മോൻ ഉറങ്ങിയിട്ടുണ്ടായില്ല. അപ്പോൾ അവനുണ്ടായിരുന്നു കേട്ടോ എന്നെ സഹായിക്കാനായിട്ട്. ഞാൻ തുടച്ച് വെക്കുന്നതൊക്കെ അവൻ അടച്ച് വെക്കാനും എടുത്ത് വെക്കാനും ഒക്കെ അതിന് അവനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പൊടികളൊന്നും ഞാൻ രാത്രി ഇട്ട് വെച്ചില്ല. എല്ലാം ഞാൻ രാവിലെ ആയിട്ടോ എടുത്ത് വെച്ചത്. കുപ്പികളൊക്കെ തുടച്ച് എല്ലാം എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. പൊടികളൊക്കെ പിന്നെയാണ് കേട്ടോ രാവിലെ എണീച്ചിട്ടാണ് കേട്ടോ ഇട്ട് വെച്ചത്. രാവിലത്തെ ആവശ്യത്തിനൊക്കെ എടുത്തപ്പോൾ ഞാൻ അപ്പോൾ സമയത്ത് തന്നെ കുപ്പിയിലേക്ക് ആക്കി വെക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളും നമ്മുടെ നോമ്പിന് വരവേൽക്കാനുള്ള വിശേഷങ്ങളും ഒക്കെ ഇത്രയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ ക്യാമറയിൽ പകർത്തിയുള്ളൂ. നമ്മൾ ഒരാഴ്ച കൊണ്ടാണ് കേട്ടോ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നത്. അത്രയൊന്നും നമ്മൾ ക്യാമറയിൽ പകർത്തിയില്ല. അപ്പോൾ എനിക്ക് ക്യാമറ വെക്കാൻ സൗകര്യമുള്ളിടത്തിൽ വെച്ചിട്ട് മാത്രമാണ് ഞാൻ ക്യാമറ പിടിച്ചത്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പൊടിയൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് ഭയങ്കര തൊണ്ടയ്ക്കൊക്കെ അസ്വസ്ഥതയാണ്, ചുമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചിലപ്പോൾ സൗണ്ടിന് മാറ്റമൊക്കെ കാണും. വീഡിയോയിലാണെങ്കിലും സൗണ്ടിന് മാറ്റമൊക്കെ കാണും കേട്ടോ. അപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, തൊണ്ടയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പൊടി അടിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അലർജിയാണ് കേട്ടോ. അലർജീൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് തന്നെ പൊടി അടിച്ച് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ കയറും, തൊണ്ടയ്ക്ക് ഭയങ്കര വേദനയാണ്, വായ മൊത്തം പോളം പോലെ ഓരോ സാധനം വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാസ്ക് ഇട്ടിട്ടാണ് അതൊക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ എല്ലാ കുപ്പികളൊക്കെ തുടച്ചത് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നോമ്പ് പ്രമാണിച്ചുള്ള ഇന്നത്തെ നനച്ചുകുളി എന്ന് പറയുന്ന ഈ ഒരു വീഡിയോ ഞാൻ ഇന്നത്തെ ഒരു ദിവസത്തെ മാത്രമായിട്ടോ ക്യാമറയിൽ പകർത്തിയുള്ളൂ. പിന്നെ ഇതേ പുളിയുടെ വാളംപുളി ഇട്ട് വെക്കുന്ന കുപ്പിയാണ്. അപ്പോൾ അതിൽ ഞാൻ വലിയ കുപ്പിക്കകത്ത് കുറച്ച് ഒരു 2 ഉണ്ട ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് നിറച്ച് വെച്ചതുകൊണ്ട് തന്നെ ആ കുപ്പീൻ്റെ അകം എനിക്ക് കഴുകാൻ പറ്റില്ല, പുറം മാത്രമേ കഴുകിയെടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു പുളിയുടെ കുപ്പി മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ കഴുകാതെ വെച്ചത്. ബാക്കി എല്ലാ ടിന്നും ഞാൻ ഒഴിവാക്കി കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒഴിവാക്കിയെടുത്ത സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ അതൊക്കെ രാവിലെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കരമായിട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ മടിയായിപ്പോയി. പിന്നെ അത്രയും സമയമായില്ലേ, അതുകൊണ്ട് തന്നെ ഇനി രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ എടുത്തെല്ലാം വെച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല നല്ല വീഡിയോകൾ കയറി കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കാണുക കേട്ടോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂട്ടുകൂടാൻ മറക്കരുത്. അപ്പോൾ ഇനി ഇതിലും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.